എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിനെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ പല്ലവി പ്രിൻസിപ്പലിന്റെ റൂമിൽ നിന്ന് ഇറങ്ങി വരുവാണ്. ആ സമയത്ത് ഇന്ദ്രൻ അങ്ങോട്ട് ചെന്നു. ആഹാ, പല്ലവി കൂടെ നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ താടിയിലൊക്കെ അങ്ങോട്ട് തട്ടുവാണ്. പല്ലവിക്ക് നല്ല ദേഷ്യം വന്നു. പല്ലവി ആ കൈ ഇങ്ങോട്ട് തട്ടി മാറ്റുവാണ്. നീ എന്താണ് എന്റെ കൈ തട്ടി മാറ്റുന്നേ? അതെ, എന്റെ ഭാര്യയല്ലേ നീ, ഞാൻ നിന്റെ ഭർത്താവല്ലേ. ഇപ്പൊ പിന്നെ നമ്മള് ഇത് ടീച്ചർ സ്റ്റുഡന്റുവാ, ഞാൻ സ്റ്റുഡന്റും നീ ടീച്ചറും. പല്ലവി എന്തേ സൂക്ഷിച്ച് സംസാരിക്കണം എന്ന് പറയാ. അതെ, ഞാൻ സൂക്ഷിച്ച് തന്നെ സംസാരിക്കുന്നേ, എന്താ കുഴപ്പമിരിക്കണേ? ഞാൻ പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യമല്ലേ. ഇനി നമ്മൾ രണ്ടുകൂടെ ഇവിടെ ടീച്ചറും സ്റ്റുഡന്റും കളി കളിക്കും, എങ്ങനെയുണ്ട്? അത് മോളെ, നീ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചോണ്ടിരിക്കണേ? ഞാൻ നിന്നെ അങ്ങനെ വെറുതെ വിട്ട് കളയുന്നു ഒരു കാരണവശാലില്ല. അതെ, എന്റെ പല്ലവിക്കുട്ടി എവിടെ പോന്നോ ആ ഒപ്പം തന്നെ ഇതേ ഞാനും ഉണ്ടായിരിക്കും പറയണ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പല്ലവിച്ച്, നിങ്ങൾ എന്തിനാ എന്റെ എപ്പോഴും പുറകെ നടക്കണമെന്ന് ചോദിക്കുക. അതോ, അത് പിന്നെ നീ എന്റെ മുന്നേ നടന്നാ പിന്നെ എനിക്ക് നിന്റെ പുറകെയല്ലേ നടക്കാൻ പറ്റുള്ളൂ. ഒരു കാര്യം ചെയ്യാം, നീ എന്റെ പുറകെ വാ, ഞാൻ മുമ്പേ നടക്കാം, എങ്ങനെയുണ്ട്? ഇത് കേട്ടതും പല്ലവിക്ക് നല്ല ദേഷ്യം വന്നു. പല്ലവി പറഞ്ഞു, ഇതേ എന്തിനാ വെറുതെ എന്നോട് കളിക്കാൻ വന്നിട്ടോ? കളിച്ചാ നീ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അതെ, ഇതാള് മാറിയാ നിനക്കറിയാലോ. ഇന്ദ്രന്റെ തനി സ്വരൂപം നീ കണ്ടിട്ടില്ല, അതൊക്കെ നീ അറിയാൻ പോകുന്നുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് പല്ലവിനെ വെല്ലുവിളിക്കുകയാണ്. പല്ലവിക്ക് വല്ലാത്ത സങ്കടമായി. പിന്നീട് കാണിക്കുന്ന പൊന്നുമ്പടത്തില് ഋതുവും സ്വാതിയും അച്ഛനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ സമയം സ്വാതി പറഞ്ഞു, അവളുടെ മുഖം ഒന്ന് കാണ്ടായിരുന്നു. ആ പല്ലവിയുടെ വെള്ളറി വെളുത്ത് ഇന്ദ്രൻ ആ ക്ലാസ്സിലേക്ക് കയറി വന്നത്. ഓ, എന്തൊരു ലുക്കോട് കൂടിയാ വന്നേ, ഒന്ന് കാണ്ട കാഴ്ചയായിരുന്നു എന്റെ ചേച്ചി എന്ന് പറയാണ്. ഇത് കേട്ടത് അച്ചു പറഞ്ഞു, ദേ നീ എന്തിനാ സ്വാതി ഇങ്ങനെ സന്തോഷിക്കണമെന്ന് ചോദിക്കാം. എങ്ങനെ സന്തോഷിക്കായിരിക്കും, അതുപോലത്തെ കാര്യങ്ങളൊക്കെ അല്ലേ നടന്നെന്ന് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ മിക്കവാറും പല്ലവി മിക്കവാറും ഈ ജോലി റിസൈൻ ചെയ്യുമായിരിക്കും അല്ലേന്ന് ഋതി ചോദിക്കാം. അതെ അതെ, അങ്ങനെ റിസൈൻ ചെയ്യാൻ വഴിയുണ്ട്. കാരണം പല്ലവി ടീച്ചർക്ക് അവിടെ പിടിച്ചു വയ്ക്കാൻ പറ്റില്ല. ആ ഇന്ദ്രന്റെ മുന്നില് ഇന്ദ്രനും പല്ലവി ടീച്ചറും തമ്മിൽ മിക്കവാറും കൊമ്പ് കോർക്കും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പല്ലവി ടീച്ചർ ദേ ടീച്ചിങ് ഉപേക്ഷിച്ച് വീട്ടിൽ ഇരിക്കുമെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ അവളുടെ അഹങ്കാരം കുറെ കുറയും. വരുമാനം ഇല്ലാതെ വന്നു കഴിയുമ്പോൾ അവൾ എങ്ങനെ അഹങ്കരിക്കും എന്ന് ഋതു പറയാണ്. അച്ചു പറഞ്ഞു, എന്തിനാ വെറുതെ കുറ്റപ്പെടുത്തുന്നേ? പാവം പല്ലവി ചേച്ചിയാ. പല്ലവി ചേച്ചി സ്വഭാവം അറിയത്തില്ലാത്തോണ്ടാ. പിന്നെ സ്വഭാവം അറിയത്തില്ല പോലും. അവരിങ്ങോട്ട് കയറി വന്ന എങ്ങനെയാ? ആ സേതു കാരണമല്ലേ. എന്റെ അച്ഛനൊരു വിൽപത്രം എഴുതി വെച്ചു, അത് കാരണം ഇപ്പൊ സേതുവായിട്ടും പല്ലവിയായിട്ടും എല്ലാരും കൂടി ഇങ്ങോട്ട് വന്നേ. ഒന്നിനെ എങ്ങനെ ഓടിക്കും ഓർത്തിരുന്നു കഴിഞ്ഞപ്പോ അടുത്തതും കൂടെ കയറി വന്നേ. പണി വെച്ചിട്ടുണ്ട് ഞാൻ എല്ലാത്തിൻ്റെ. ഒന്നിനെ ഞാൻ അങ്ങോട്ട് വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയാം. ഈ സമയം ഇന്ദ്രൻ വീട്ടിലേക്ക് എത്തി ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അങ്ങനെ മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാജലക്ഷ്മി അങ്ങോട്ട് ചെന്നു. ചായക്കേട്ടാ ഇല്ലെന്നേ. ഓ, ഇനിയിപ്പൊ നിനക്ക് ചായ വേണ്ടല്ലോ അല്ലെ, ചായ കുടിച്ചാൽ പിരിയൂലോ അല്ലേന്ന് പറയാണ്. എന്റെ അമ്മ സന്തോഷം കൊണ്ടല്ലേന്ന് ചോദിക്കുക. ദേ അമ്മ, ഞാനിന്ന് സ്റ്റുഡൻ്റായി, പല്ലവി ടീച്ചറിന്റെ സ്റ്റുഡന്റ്. ഓ എന്റെ പൊന്നോ, എനിക്ക് വയ്യ, ചിന്തിക്കുന്നില്ല അപ്പുറമാന്ന് പറയണം. എടാ, അപ്പൊ നീ അവളെ ഡിവോഴ്സ് ചെയ്യത്തിൽ ഉറപ്പല്ലേന്ന് ചോദിക്കുകയാണ്. എങ്ങനെ ഡിവോഴ്സ് ചെയ്യാനമ്മേ, അതൊന്നും നടക്കുന്ന കാര്യമാണ്. അവളെ ഞാൻ ഇവിടെ കൊണ്ടുവരും. രാജലക്ഷ്മി പറഞ്ഞു, എനിക്ക് അവളെ ഇവിടെ കിട്ടണം, എന്റെ കാൽച്ചോട്ട് കിട്ടണം. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അവൾ ഈ വീട്ടിൽ കഴിയണം, എന്നാലും എനിക്കൊരു സമാധാനം വരുള്ളൂ പറയണം. അമ്മ ധൈര്യമായിട്ടിരിക്കുക. ഈ ഇന്ദ്രനല്ലേ വാക്ക് തരുന്നേ, എന്റെ കാൽച്ചോട്ടിലിട്ട് അവളെ ഞാൻ ചവിട്ടി അരയ്ക്കും. അധികം വൈകാതെ തന്നെ അത് സംഭവിക്കും. അമ്മ നോക്കിയിരുന്നു. ഇന്ദ്രൻ ആരെന്ന് ശരിക്കും മനസ്സിലായിട്ടില്ല. അവൾ എവിടെ പോയാലും ആ പുറകെ തന്നെ ഇന്ദ്രനുണ്ടെന്ന് അവന് മനസ്സിലാവണം. അതിന് വേണ്ടിയിട്ടാ. അവളുടെ വിചാരം എന്താ, അവള് സേഫാന്ന്. കോളേജിൽ എന്താണല്ലോ സേതു വരാൻ പോകുന്നില്ല. അവളെ ആര് വന്ന് രക്ഷിക്കാനാ? ആരും വരാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇനിയിപ്പൊ അവളുടെ സംരക്ഷകനും അവളുടെ എല്ലാം ഞാൻ തന്നെയായിരിക്കും എന്ന് പറയണം. ഇത് കേട്ടതും രാജലക്ഷ്മി പറഞ്ഞു, ആ നന്നായുടെ മോനെന്ന് പറയണം. ഇത് പറഞ്ഞിട്ട് ഇന്ദ്രൻ അങ്ങോട്ട് കയറിപ്പോയുമ്പോ വിശ്വം അങ്ങോട്ട് വന്നു. അമ്മ ഇത് എന്ത് ഭാവിച്ചെന്നിരിക്കും? എന്താ ദേ അമ്മയാട്ടോ ഏട്ടനെ വളം വെച്ച് കൊടുക്കുന്നതെന്ന് പറയണം. എടാ മോനെ, ഞാൻ വളം ഒന്നും വെച്ച് കൊടുക്കുന്നില്ല. പിന്നെ അമ്മയാണ് നല്ല രീതിയിലൊരു ഡോക്ടറെ കാണിക്കണ കുഴപ്പമില്ല. അതിന് അമ്മ ഇങ്ങനെ ഏട്ടനും ഇങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞ് ഇങ്ങനെ ചെയ്യിച്ചോണ്ടിരിക്കുക. എടാ മോനെ, ആൾക്കാരുടെ മുന്നിൽ നാണം കെട്ട ഞാനല്ലേ. ഇന്ദ്രപ്രസ്ഥത്തിലെ രാജലക്ഷ്മിയുടെ മരുമോള് പിണങ്ങിപ്പോയി, അല്ലെങ്കിൽ ഡിവോഴ്സ് ആയെന്നൊക്കെ, അതൊക്കെ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അപ്പുറം നാണക്കേട് കാരണം പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ലടാ. അതുകൊണ്ട് ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ചേട്ടനെ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കൊണ്ട് കാണിക്കുകയോ ചെയ്യണ്ടേ. അതിന് പകരം അമ്മ ഇങ്ങനെ എരിപൊരി കയറ്റി കൊടുത്തോണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ അവസാനം അമ്മയ്ക്ക് തന്നെയായിരിക്കും നഷ്ടം സംഭവിക്കാൻ പോകുന്നത്. എടാ, നീ നിന്റെ കാര്യം നോക്കിയാൽ മതി. അതെ, ഞാൻ എന്റെ കാര്യം തന്നെ നോക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്താണേലും നിങ്ങളുടെ പാത പിന്തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് എന്റേതായ ഒരു ജീവിതം ഉണ്ടെന്ന് പറയാം. നീ ഒന്ന് പോടാ അവിടുന്ന്. അവൻ മിടുക്കനാന്ന് പറയാം. പിന്നെ മിടുക്കനാണ് പോലും. നിന്നെ പോലെ എഞ്ചിനീയറിംഗ് തോറ്റു തൊപ്പിയിട്ട് കിടക്കുമല്ല. അവൻ ക്ലാസ്സിലേക്കാളും മിടുമിടുക്കനായിരുന്നു, എല്ലാത്തിനും ഫസ്റ്റ് ആയിരുന്നു പറയാം.
പറഞ്ഞിട്ട് എന്ത് കാര്യം അമ്മേ, ജീവിതത്തിൽ 0 ആയി പോയില്ലേ എന്ന് പറയാണ്. ഇതും പറഞ്ഞിട്ട് വിശ്വം അങ്ങോട്ട് പോവാണ്. ഈ സമയം ആകെപ്പാടെ ടെൻഷൻ അടിച്ച് പാറു ഇരിക്കുകയാണ്. കാരണം പാറുവിന്റെ ഫോണിലേക്ക് പല്ലവി വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ഇന്ദ്രൻ ചെന്നിട്ടുണ്ടെന്ന കാര്യം. പിന്നീട് പാറു താഴേക്ക് ഇറങ്ങി വരിക. ശോഭയും മാഷും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതെ അമ്മ, ഒരു കാര്യം ഉണ്ടെന്ന് പറയാം. എന്താ കാര്യം? പല്ലവി ചേച്ചി ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു പറയും. അല്ല എന്ത് പറ്റി? ആ ഇന്ദ്രൻ അവിടെ ചെന്നിട്ടുണ്ടെന്ന് കോളേജില്. കോളേജിൽ അതെന്തിനാ? അവിടെ സ്റ്റുഡന്റ് ആയിട്ട് ചെന്നിട്ടുണ്ട് പോലും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മാഷിനും ശോഭയ്ക്കും ഭയങ്കര ടെൻഷൻ. അയ്യോ ഇനിയിപ്പോ എന്ത് ചെയ്യും മോളെ? എന്ത് ചെയ്യാനെന്ന് പറ. അയാളെ കൊണ്ട് ഒരു പൊറുതിയില്ലാത്ത അവസ്ഥയാന്ന് പറയാണ്. ഇതേ മോളെ, നീ അവളെ നിന്ന് വിളിച്ചു തന്നേന്ന് പറയാണ്. അങ്ങനെ ഫോൺ വിളിച്ച് മാഷിന്റെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുവാണ് പാറു. പിന്നീട് പല്ലവിയോട് മോളെ നിനക്ക് സുഖമാണെന്ന് ചോദിക്കുകയാണ്. കുഴപ്പമില്ല അച്ഛാന്ന് പറയണ. ഞങ്ങൾ അറിഞ്ഞ കാര്യങ്ങളൊക്കെ. ആ ഇന്ദ്രൻ അവിടെ വന്നില്ലേ, മോള് വിഷമിക്കൊന്നും വേണ്ടാന്ന് പറയണ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അച്ഛാ, വല്ലാത്ത സങ്കടം. എനിക്ക് കോളേജിൽ പോകാനേ തോന്നില്ല. ജോലി റിസൈൻ ചെയ്യാൻ പോലും ഞാൻ ആഗ്രഹിക്കുമെന്ന് പറയാം. മോളെ വേണ്ടാത്ത ചിന്തകളൊന്നും മനസ്സ് വേണ്ട. ഇന്ദ്രനല്ല ദേവേന്ദ്രൻ വന്നാൽ പോലും മോള് തോറ്റ് പിന്മാറില്ല. മോളെന്തിനാ പോന്നെ? പഠിപ്പിക്കാനല്ലേ? മോള് പഠിപ്പിക്കാൻ പോണം. പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ആ ചെറിയ കാര്യമൊന്നുമല്ല, അറിയാലോ. അതുകൊണ്ട് മോൾ ആരുടെ മുന്നിൽ തല കുനിക്കേണ്ട കാര്യമില്ല. നല്ല ധൈര്യത്തോടെ പഠിപ്പിക്കണം. ടീച്ചേഴ്സിന് വേണ്ട കാര്യം എന്താണെന്നറിയോ? നല്ല ധൈര്യമാണ് വേണ്ടേ. അങ്ങനെ ധൈര്യത്തോടെ ആരുടെ മുന്നിൽ തല കുനിക്കാതെ മോള് പോയി പഠിപ്പിക്കണം. ഒന്നുമല്ലേലും ഈ അച്ഛന്റെ മോളല്ലേ നീ. അപ്പൊ നീ അങ്ങനെ തല കുനിക്കാൻ പാടുണ്ടോന്ന് ചോദിക്കുക. അല്ല അത് പിന്നെ അച്ഛ, ഞാൻ പറഞ്ഞാൽ നിനക്ക് വിശ്വാസമാകുന്നില്ലേ? എന്ത് വന്നാലും ഈ അച്ഛനോട് പറഞ്ഞാൽ മതി. എന്തിനു വരും, ഞങ്ങൾ കട്ട സപ്പോർട്ടായിട്ട് നിന്നോടൊപ്പം ഉണ്ടാവും. നീ ധൈര്യമായിട്ട് കോളേജിലേക്ക് പോക്കോ. ഒരു പ്രശ്നം ഉണ്ടായി പറഞ്ഞാൽ മതി. ഇന്ദ്രനല്ല ആര് വന്നാലും നമുക്ക് അവരെ നേരിടാന്ന് പറയണേ. അങ്ങനെ ആത്മവിശ്വാസം കൊടുക്കുവാണ്. പിന്നീട് പല്ലവി ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ശോഭ പറഞ്ഞു, എനിക്ക് നല്ലാത്ത ടെൻഷൻ ആവുന്നുണ്ട് മാഷേ. പാവം എന്റെ മോള് എത്രയധികം വിഷമിക്കുന്നുണ്ട്. സാരമില്ലടോ പോട്ടെ. എന്താണെങ്കിലും അവളുടെ അടുത്ത് ഇന്ദ്രനൊന്നും പിടിച്ചു വയ്ക്കാൻ പറ്റില്ല. നല്ല ധൈര്യമുള്ള കുട്ടിയാ അവള്. അതുകൊണ്ടാണ് അവൾ ഇവിടം വരെ എത്തിയത്. ആ ഇന്ദ്രന്റെ പിടിയിൽ നിന്നും ഇവിടം വരെ അവൾക്ക് എത്തി നിൽക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് അവളുടെ കഴിവ് കൊണ്ട് മാത്രമാണെന്ന് പറയണേ. അതൊക്കെ അറിയാം. എന്നാലും ഈ കണക്കിന് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാറുവിന് എങ്ങനെ ഒരു കല്യാണം ആലോചിക്കും? ഇതെല്ലാം അവസ്ഥയെന്ന് ചോദിക്കാം. അതൊന്നും ഓർത്ത് വിഷമിക്കണ്ടോ. ഈ സമയം കടന്നുപോകും. നമുക്കൊരു നല്ല കാലം വരും. താൻ കാത്തിരുന്നോളാം പറയാണ്. പിന്നീട് പല്ലവി ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചിരിക്കുമ്പോഴത്തേനും പൂർണ്ണിമ അങ്ങോട്ട് വന്നു. പൂർണ്ണിമ വന്നിട്ട് പറഞ്ഞു, മോളെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ എന്ന് പറയാണ്. ഇത് കേട്ടതും പല്ലവി പറഞ്ഞു, അതമ്മേ ഞാന് വിഷമിക്കൊന്നും വേണ്ട. ആ ഇന്ദ്രന് അവൻ ഇതല്ല ഇതിലപ്പുറത്തെ പരിപാടി ചെയ്യും. ഒരു പക്ഷെ സേതു കോളേജിൽ ഇല്ലെന്ന് ഓർത്തോട്ടായിരിക്കും അവൻ അങ്ങോട്ട് വന്ന് കയറിയിരിക്കുന്നത്. സാരമില്ല, മോൾക്ക് അവിടെ ബുദ്ധിമുട്ടാണെങ്കിൽ മോള് പറഞ്ഞാൽ മതി. ജോലി റിസൈൻ ചെയ്തേക്കാൻ പറയാം. ഇത് കേട്ടതും പല്ലവി പറഞ്ഞില്ലമ്മേ, ജോലി റിസൈൻ ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയണം. അല്ല മോള് പേടിക്കണ്ട. എനിക്കറിയാം മോളുടെ വിഷമം എന്താന്ന്. ആ ഇന്ദ്രനെ പോലെ ഒരു ദുഷ്ടൻ അവൻ പിന്നെയും മോളെ പിന്തുടരാൻ ഭാവമെങ്കിൽ മോളൊരു കാര്യം ചെയ്യും. നമുക്കൊരു പരാതിയും കൂടെ കൊടുത്താലോ? വേണ്ട പൂർണ്ണമ്മേ, അതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടെന്ന് തോന്നില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഞങ്ങൾ തോറ്റു പിന്മാറാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയണം. പൂർണ്ണം പറഞ്ഞു, അത് ശരിയാ. തോറ്റു പിന്മാറിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലയിൽ അവർക്ക് ഒരു നിരങ്ങുള്ളൂ. നമ്മൾ പിന്മാറിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ പുറകെ വരും. നമ്മൾ എതിർത്ത് നിൽക്കോടെ ഒരു കുഴപ്പമില്ല. മോള് ധൈര്യമായിട്ടിരുന്നോ. എന്തിനും ഏതിനും ഈ പൂർണ്ണാമ നിന്റെയോടൊപ്പം ഉണ്ടായിരിക്കും. ധൈര്യമായിട്ട് ഇരിക്കാൻ പറയണം. ഇതൊക്കെ പറഞ്ഞിട്ട് പൂർണ്ണാമ അങ്ങോട്ട് കയറി പോകണം. ആ സമയം സേതു അങ്ങോട്ട് വന്നു. സേതു വന്നിട്ട് ചോദിച്ചു, ഓ ഞാനപ്പോ അന്യനല്ലേ? പല്ലവിയുടെ മനസ്സിന്റെ ഒരു കോണിപ്പോലും ഞാനില്ലല്ലേന്ന് ചോദിക്കണം. അല്ല അതെന്താ സേതുവായിട്ട് അങ്ങനെ പറഞ്ഞേ? അല്ല അങ്ങനെ എന്തേലും ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് കോളേജിൽ നടന്ന കാര്യങ്ങളൊക്കെ എന്നോട് പറയായിരുന്നല്ലോ. ഇന്ദ്രൻ കോളേജിൽ വന്നതൊക്കെ. അത് പിന്നെ സേതുവേട്ടാ കോളേജിലെ കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? സേതുകൊണ്ട് കോളേജിലേക്ക് വരാൻ പറ്റില്ല. കാരണം കോളേജിലെ എൻ്റെ ഡിസിപ്ലിൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. പുറത്തുനിന്നുള്ള ഒരാൾക്ക് അങ്ങനെ കയറി ഇടപെടാനൊന്നും പറ്റില്ലെന്ന് പറയണം. അതാണോ? പുറത്തുനിന്നല്ല ഇടപെടാൻ പറ്റില്ലാത്തോളെ. എനിക്ക് വീട്ടിൽ പോയി അവന്റെ കാരണത്തിനായിട്ട് 4 പൊട്ടിക്കുന്നതിന് കുഴപ്പമില്ലോ. വേണ്ട സേതുവേട്ടാ, വെറുതെ എന്തിനും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നേ. അതുകൊണ്ടൊന്നൊരു കാര്യമില്ല. ഇന്ദ്രന്റെ സ്വഭാവം നമുക്ക് അറിയാവുന്നല്ലേന്ന് ചോദിക്കാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ സേതു പറഞ്ഞു, അവന്റെ സ്വഭാവം എനിക്കറിയാം. അതുപോലെ തന്നെ എന്റെ സ്വഭാവം അവന് ശരിക്കും അറിയാവുന്ന. അവനിട്ട് 4 പൊട്ടിച്ചിട്ടാളും കുഴപ്പമില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടെ പറഞ്ഞാൽ മതി. നാളെ മുതൽ പല്ലവി കോളേജിൽ പോകണം. പല്ലവി വീട്ടിലിരിക്കില്ലെന്ന് പറയണം. ഇത്രയും പല്ലവി പറഞ്ഞു, എനിക്ക് കോളേജിൽ പോയി ഭയം ഉണ്ടെന്ന് പറയാം. എന്തിനു പേടിക്കണം? ഞാനല്ലേ കൂടെയുള്ളേ. എന്തിനു ഏതിനും ധൈര്യം തന്നെ ഞാനുണ്ടാവും. പല്ലവിയോടൊപ്പം തന്നെ പല്ലവിയുടെ ചേർത്ത് നിർത്താൻ ഞാനുണ്ടാവും എന്റെ മരണം വരെ. അതുകൊണ്ട് ആ കാര്യത്തിൽ പല്ലവിക്ക് ഒരു പേടി വേണ്ടെന്ന് പറയാം. ഇത് കേട്ടത് പല്ലവിക്ക് ഒരു ധൈര്യമായി. എന്തിനും ഏതിനും സേതുവാണ് ഉണ്ടല്ലോ എന്നുള്ള ധൈര്യം. പല്ലവി പറഞ്ഞു, ഞാൻ പോവാം. നാളെ മുതൽ ഞാൻ കോളേജിലേക്ക് പോവാൻ സേതുവേട്ടാന്ന് പറയണം. അത് മതി. അങ്ങനെ വേണം. എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് ഫോൺ ചെയ്താൽ മതി. ഞാൻ അങ്ങോട്ട് പറന്നു വന്നോളാന്ന് പറയണം. പല്ലവിക്ക് ആ ഒരു ധൈര്യം മാത്രം മതിയായിരുന്നു. സേതുവിന്റെ ഉറപ്പ്. പിന്നീട് സേതു അങ്ങനെ ധൈര്യം കൊടുത്ത് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്.
പിറ്റേ ദിവസമായപ്പോ പതിവ് പോലെ തന്നെ കോളേജിൽ പോയിട്ട് ഇന്ദ്രൻ റെഡിയായിട്ട് അങ്ങോട്ട് വരുവാണ്. രാജലക്ഷ്മിയുടെ അടുത്ത് വന്നിട്ട് എങ്ങനെയുണ്ട് ഇപ്പൊ എന്നെ കണ്ട ഒരു വിദ്യാർത്ഥിയുടെ ലുക്കൊക്കെ ഇല്ലേ നിൽക്കും. ഉണ്ടോന്നോ? പൊളി ആയിട്ടുണ്ടോ മോനെ? നീ എന്റെ മോനല്ലേ, എന്റെ സൗന്ദര്യല്ലേ നിനക്ക് കിട്ടിയേക്കെന്ന് പറയാണ്. അമ്മേ, ഇന്ന് അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും ഞാൻ. ഓരോ ദിവസം ഇഞ്ചിഞ്ചായിട്ട് അവളെ ഞാൻ തീർത്തോണ്ടിരിക്കുമെന്ന് പറയാം. അതിന് വേണ്ടി എന്റെ പോക്കാന്ന് പറയണം. അതെ മോനെ, നീ പോയി വിജയിച്ച് വരാൻ പറയണം. അങ്ങനെ ഇന്ദ്രനും രാജലക്ഷ്മിയുടെ കാല് തൊട്ട് അനുഗ്രഹമൊക്കെ മേടിക്കുന്നുണ്ട്. അതെ, ഞാൻ പോയിട്ട് വരാമേന്നൊക്കെ പറഞ്ഞിട്ട് പോവാണ്. അങ്ങനെ പോയി കഴിയുമ്പോഴത്തേനും വിഷം വന്നിട്ട് പറഞ്ഞു, അമ്മ ഇത് എന്ത് ഭാവിച്ചാന്ന് ചോദിക്കും. എന്താ ഏട്ടന്റെ താളത്തിനകത്ത് അമ്മ തുള്ളുന്ന എന്തിനാന്ന് ചോദിക്കും. പിന്നെ ഞാനല്ലാതെ ആരുടെ അതൊക്കെ ചെയ്യുന്നത്? അമ്മേ, ഇത് അവസാനം അമ്മയ്ക്ക് പാരയായിട്ട് വരും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവസാന കാലത്ത് നോക്കാനായിട്ട് ഈ പറയുന്ന ഇന്ദ്രേട്ടനൊന്നും കാണത്തില്ല, ഞാനാ കാണത്തുള്ളൂ. ഈ കുടുംബത്തിൽ സ്ഥിതി ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും മാറിപ്പോ. ഞാനൊരു കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഭാര്യനെ ഇവിടെ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ വേറെവിടെയും മാറിപ്പോകും. കാരണം ഇങ്ങനത്തെ ഒരു കുടുംബത്തില് എനിക്ക് എങ്ങനെ വന്ന് എന്റെ ഭാര്യ കൊടുത്ത് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും? അതൊരിക്കലും നടക്കുന്ന കാര്യമില്ല. അമ്മ വിചാരിക്കുന്നുണ്ടോ ഇന്ദ്രേട്ടൻ അമ്മേനെ നോക്കുന്നു? ഒരിക്കലും ഇല്ല. അമ്മയ്ക്ക് വയസ്സും പ്രായമായി വരുക. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും അമ്മേനെ നോക്കാൻ ആരെങ്കിലും വേണ്ടേ? ആരും കാണത്തില്ല. അതുകൊണ്ട് മര്യാദയാണ് മര്യാദ. എത്രയും പെട്ടെന്ന് ഇന്ദ്രേട്ടനെ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണെങ്കിൽ അമ്മയ്ക്ക് വലിയ കുഴപ്പമില്ല. അല്ലെങ്കിൽ വയസ്സനാം കാലത്ത് ആരും നോക്കാനില്ലാതെ അമ്മ ഇവിടെ ഒരു അനാഥപ്രായത്തെ പോലെ കഴിയേണ്ട വരുമെന്ന് പറയാം. ഇത് പറഞ്ഞിട്ട് വിശ്വം അങ്ങോട്ട് പോയി. എന്ത് ചെയ്യണം എന്നറിയില്ലാതെ രാജലക്ഷ്മി നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.